നിനക്ക് എന്തിന്റെ സുഖടാടി? ഇതുപോലൊരു കുടുംബത്തിലേക്ക് ഈ ജന്മം നിനക്ക് നിന്റെ മകളെ പറഞ്ഞു വിടാൻ പറ്റൂടി? എന്റെ മോൾക്ക് വലിയ കുടുംബം വേണ്ട, പയ്യന്റെ സ്വത്തും പണവും വേണ്ട. എന്റെ മോൾക്കൊരു തളർച്ചയുണ്ടായ ഒന്ന് താങ്ങി പിടിക്കാൻ കഴിവുള്ളവനായിരിക്കണം മോൾക്കൊപ്പം ചേരേണ്ടത്. നിന്നെ നിന്റെ മോളെയും പോലെ ഭാഗ്യം കെട്ട രണ്ടെണ്ണത്തിന് ഇത്രയും കാലം ജീവിതം നൽകിയവനാണ് ഞാനെങ്കിൽ ഞാൻ പറയാ, ഇവളുടെയും കമലേശ്വരത്തെ മൂത്ത പയ്യന്റെയും കല്യാണം എന്റെ മോളുടെ കല്യാണത്തോടൊപ്പം പ്രതാപത്തോടെ ഈ പ്രതാപം നടത്തിയിരിക്കും. ഈ അരയ്ക്ക് താഴെ തളർന്നവനല്ലാതെ ഇവക്ക് രാജകുമാരനെ കിട്ടാൻ പോവല്ലേ? കലിയുഗ വരദനായ അയ്യപ്പസ്വാമി എല്ലാത്തിനും സാക്ഷിയാണ്. ഒന്ന് പയ്യെ പോവച്ചാ, എനിക്ക് പേടിയാവുന്നു. പോരുത്, വല്ലവനെ മോള് പറഞ്ഞാൽ ഞാനെന്തിനാടി കേൾക്കുന്നേ? ഞാൻ നിനക്ക് അച്ഛനൊന്നുമല്ലേ, രണ്ടാം അച്ഛനാ. എനിക്ക് മനസമാധാനം കിട്ടിയില്ല. അന്ന് എനിക്ക് 7 വയസ്സേ ഉള്ളൂ. എങ്കിലും എന്റെ ഹൃദയത്തിൽ തറച്ച സംഭവമാണ്. അവധി കിട്ടിയില്ല, നടക്കാനുള്ള ശേഷി കൊടുത്തില്ല ആ ചേട്ടൻ ഇതുവരെ. പക്ഷെ അന്നത്തെ ആ 10 വയസ്സുകാരന് എന്റെ അരികിൽ തന്നെ അയ്യപ്പസ്വാമി എത്തിച്ചു. ഞാൻ തയ്യാറാ കണ്ണേട്ടനെ കല്യാണം കഴിക്കാൻ, കമലേശ്വരത്തെ മരുമകളാകാൻ. നിന്റെ മോള് എതിർത്താലും ഞാൻ ഈ കല്യാണം നടത്തിയേനെ. പക്ഷേ അവൾ അനുകൂലിച്ച സ്ഥിതിക്ക് പിന്നെ പുല്ല് എനിക്ക് എന്തോ നോക്കാനടി. ഇനി കുംഭവും മീനും ഒന്നും നീണ്ടുപോകത്തില്ല. അവർക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ മകരമാസത്തിൽ തന്നെ എന്റെ മോളുടെയും നിന്റെ മോളുടെയും കഴുത്തിൽ താലി വീണിരിക്കും. നിങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ ഈ കല്യാണം നടത്താൻ ഞങ്ങൾക്ക് സമ്മതമാണ്. 2 കല്യാണം നടത്താൻ സമ്മതമാണോ? സമ്മതമാണ്. ശരിയടോ, എങ്കിൽ നമുക്ക് ഉടനെ ഡേറ്റ് എടുപ്പിക്കാം. വാമേട്ടാ, അവളെപ്പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി ഇവനെ വേണ്ടാന്ന് പറയുമെന്നാ ഞാൻ കരുതിയത്. അവളുടെ അമ്മയുടെ മട്ടും ഭാവം കണ്ടിട്ടേ എനിക്ക് അങ്ങനെ തന്നെയാ തോന്നിയത്. പക്ഷേ ഇവിടെ ഒരു സമ്മതിച്ചല്ലോ, ഇനിയിപ്പോ കല്യാണം വേണ്ടെന്ന് പറയാൻ പറ്റൂ? അരയ്ക്ക് താഴോട്ട് തളർന്നവനോടൊപ്പം എത്ര കാലം അവള് പിടിച്ചു നിൽക്കാനാ? കല്യാണം കഴിഞ്ഞ് അവര് ബന്ധം പിരിഞ്ഞാ പിന്നെ അവന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടാവില്ല.